നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി നമ്മൾ മുന്നോട്ട് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാവരും പ്രോഗ്രാമിംഗ് സൈഡ് അല്ലെങ്കിൽ CNC സംബന്ധിച്ച് എല്ലാവർക്കും ഒരു പ്രോഗ്രാമർ ആവുക എന്നുള്ളൊരു മിഷൻ എല്ലാവർക്കും തന്നെ ഉണ്ടാവും ഈ ഒരു ഫീൽഡിലേക്ക് വന്നവർക്ക്. അപ്പം അങ്ങനെയുള്ള പലരും ഈ പറഞ്ഞ പോലെ കമ്പനിയിൽ ഓപ്പറേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും ഉണ്ടാവും. പ്രോഗ്രാം സൈഡിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇനീഷ്യൽ ലെവലിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിനായി ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ നമ്മൾ മാസ്റ്റർകാം X5 ആണ്. എന്തുകൊണ്ടാണ് മാസ്റ്റർകാം X5 ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട്, അതായത് വലിയ സ്പെസിഫിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു ലാപ്ടോപ്പിൽ പോലും നമുക്ക് പ്രോഗ്രാം ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മാസ്റ്റർകാം X5. ഗ്രാഫിക്സ് സപ്പോർട്ടിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാസ്റ്റർകാം X5 ആണ് നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിനായിട്ട് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം മാക്സിമം എല്ലാവരും മാസ്റ്റർകാമിന്റെ X5 വേർഷൻ എവിടെയെങ്കിലും നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഓരോ വീഡിയോകളും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് നമ്മളുടെ കൂടെ ഓരോ വൺ ബൈ വൺ ആയിട്ടുള്ള ഓരോ പാർട്ട് ബൈ പാർട്ട് നമ്മൾ ചെയ്ത് നമുക്കും ഒരു പ്രോഗ്രാമർ ആവാനായിട്ട് സാധിക്കും. അപ്പം സിമ്പിൾ ആയിട്ട് പഠിക്കാനായിട്ട് നമ്മളുടെ കൂടെ കൂടിക്കൊള്ളുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇവിടെ ഓൾറെഡി മാസ്റ്റർകാമിന്റെ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ഇന്റർഫേസ് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നിന്ന് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കും. അതിനുശേഷം വരുന്ന വീഡിയോസ് എല്ലാം പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞ് നമ്മൾ തമ്പനയിലിൽ തന്നെ കൊടുത്ത് നിങ്ങൾക്ക് ഓരോന്നും കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്നത് ആദ്യമായിട്ട് കാണുന്നതായിരിക്കാം ചിലപ്പം. പക്ഷെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കണ്ടന്റുകൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. എനിവേ ഒരുപക്ഷെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ പലതും ഇത് വേണ്ട എന്ന് വെച്ച് പോകുന്ന പല ഓപ്ഷനുകളും നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പൊ നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിലുള്ളവരായിരിക്കാം, ചിലപ്പോൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടേക്കാം. അങ്ങനെയുള്ളവരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. നമുക്ക് തുടങ്ങാം. നമ്മളിവിടെ ഒരു മാസ്റ്റർകാം ഇൻസ്റ്റാൾ ചെയ്ത് ഫയൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മാസ്റ്റർകാം ഇന്റർഫേസ് നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. നോർമലി ഈ മാസ്റ്റർകാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബ്ലൂ കളർ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഇൻഡിക്കേഷൻ കാണുന്നത്. കാണാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്മുടെ വർക്കിംഗ് ഏരിയ ഞാനത് ബ്ലാക്ക് ആക്കിയിട്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ മാസ്റ്റർകാം മെട്രിക് അല്ലെങ്കിൽ ഇഞ്ചസിലൊക്കെ ആയിരിക്കും നമുക്ക് ഇതിനകത്ത് വരിക. ചിലപ്പോൾ ഇഞ്ചസിലാവാം, ചിലപ്പോൾ മെട്രിക്കിലാവാം. നമ്മൾ ഏത് യൂണിറ്റിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ അതിന്റെ യൂണിറ്റ് സെറ്റ് ചെയ്യുക. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ചെയ്യുക. ഇനി സപ്പോസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ കോർണറിൽ കാണാൻ പറ്റും ഇത് ഇഞ്ചിലാണോ MM-ലാണോ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇവിടെ ഇപ്പൊ മെട്രിക് ആണ് കിടക്കുന്നത്. നമുക്ക് മെട്രിക് വേണ്ട, ഇഞ്ച് ആക്കണമെങ്കിൽ നമുക്ക് ഇഞ്ചസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ മേളിൽ കുറച്ച് മെനു ഐക്കൺസ് കിടപ്പുണ്ട്, മെനു ബാറുകളുണ്ട്. അതിൽ ഫയൽ, എഡിറ്റ്, വ്യൂ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഓരോന്നും ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓരോന്നും ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ എന്താ പറയാ ഹാങ്ങിങ് ആയിട്ടുള്ള കുറെ ഓപ്ഷൻസ് കാണിക്കും. ഹാങ് ചെയ്ത് കിടക്കുന്നതായിട്ടാണ് ഇതിൽ വരിക. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ലേറ്റസ്റ്റ് വേർഷനിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ഹാങ് ആയിട്ടല്ല, നിങ്ങൾ ഈ മേളിൽ കാണുന്ന ഈ ഒരു ഇൻഡിക്കേഷൻ ഉള്ള, അതായത് ഇതെല്ലാം ഷോർട്ട് കട്ട് കീസ് ആണ്. ഈ റിബൺ ബാറിന് മേളിൽ കാണുന്ന എല്ലാം ഷോർട്ട് കട്ട് കീസ് ആണ്. അതെല്ലാം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ മേളിലുള്ള മെനുവിൽ നിന്നും നമ്മൾ ഷോർട്ട് കട്ട് ആയിട്ട് നമുക്ക് ഇവിടെ പൊട്ടിച്ചിടാനായിട്ട് സാധിക്കും. സോ ആ ഷോർട്ട് കട്ട് കീസ് ഒരുപക്ഷെ നമുക്ക് ഇവിടെ പലതും മിസ്സിംഗ് ആയിരിക്കാം, ചിലപ്പോൾ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യണമായിരിക്കാം. ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ ഇനി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ ഈ മെനു ബാറിന് അല്ലെങ്കിൽ റിബൺ ബാറിന്റെ മുകളിൽ എവിടെയെങ്കിലും സ്പേസ് ആണെങ്കിൽ അവിടെ നിങ്ങൾ കർസർ വെച്ചതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലിപ്പം ഓൾറെഡി വിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൺ ആയി കിടക്കുന്ന കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിത് അൺസെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ആ സാധനം പോയിട്ടുണ്ടാവും. സോളിഡ് എന്ന് പറയുന്ന സംഭവം ഇവിടുന്ന് മിസ്സായി. ഞാനിപ്പോൾ ഓൺ ആക്കി കഴിയുമ്പോൾ അതിവിടെ വന്നു, കണ്ട ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ മിസ്സായത് അല്ലെങ്കിൽ എന്താണോ പുതിയത് ആഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടുന്ന് ഓരോന്നും ചൂസ് ചെയ്യാം. ഇപ്പൊ റൂട്ടറിന്റെ യൂട്ടിലിറ്റീസ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ കാണിക്കും. നമുക്ക് വേണ്ടുന്നത് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ വേണ്ടാത്തല്ല നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പം ഒരു ഓപ്ഷൻ നമുക്ക് വേണ്ട, ഇപ്പൊ ഈ പറഞ്ഞ സാധനം നമുക്ക് വേണ്ട, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നിങ്ങൾ ഡിസ്പ്ലേയിലേക്ക് കൊണ്ടുവരിക. ഇവിടെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, ക്ലോസ് ചെയ്ത് കളയാം. ഇത്രയും കാര്യങ്ങളാണ് ഈ റിബൺ ബാറിന് മുകളിൽ വരുന്ന സംഭവങ്ങൾ.
പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സ് വൈ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡിക്കേഷൻ കാണിക്കും. ഇത് നമ്മുടെ ഈ വർക്കിംഗ് ഏരിയയിൽ നമ്മൾ കാണാതെ ഹൈഡ് ചെയ്തിരിക്കുന്ന ഓരോ പോയിന്റിലെയും കോർഡിനേറ്റ് വാല്യൂസ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളിവിടെ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എക്സ് വൈ പ്ലെയിൻ ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. എക്സ് വൈ പ്ലെയിൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ F9 കീബോർഡിലെ F9 കീ ആണ് നോർമലി X5 പോലുള്ള വെർഷനുകളിലെല്ലാം നമുക്ക് പ്ലെയിൻ സെലക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ F9 കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. ചില F9 കീയിൽ ചില ലാപ്ടോപ്പുകളിൽ F9 കീ എന്ന് പറയുന്നത് ചിലപ്പം അതിൽ ഡബിൾ ഫംഗ്ഷൻ വരും. അപ്പൊ നിങ്ങൾ FN എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടറിൽ ഉണ്ടാവും. അതിൽ FN കീ പ്രസ് ചെയ്തുകൊണ്ട് ഫംഗ്ഷൻ കീ എന്ന് പറയും, പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾ F9 പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്ലെയിൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ പ്ലെയിൻ നമ്മൾ സെലക്ട് ചെയ്തു. നിങ്ങൾ നോക്കിയേ, ഓരോ നമുക്ക് ഈ കാണുന്ന ഈ ഓരോ അതായത് 4 ആയിട്ട് വിഭജിച്ച് കിടക്കുന്ന ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ആദ്യത്തെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നാണ് നമ്മൾ പറയാം. ക്വാഡ്രിലാറ്ററൽ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോർഡിനേറ്റ്സ് കാര്യങ്ങൾ പറയുന്നത്. അതിൽ നിങ്ങൾക്ക് കാണാം ഹൊറിസോണ്ടൽ ആയിട്ടൊരു ലൈൻ പോകുന്നുണ്ട്, അതുപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ടൊരു ലൈൻ വരുന്നുണ്ട്. ഇതിൽ ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്ന ലൈനിനെ നമ്മൾ എക്സ് ആക്സിസ് എന്നും വെർട്ടിക്കൽ ആയിട്ട് വരുന്ന ഈ ലൈൻ നമ്മൾ വൈ ആക്സിസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന ഈ സെൻട്രൽ പോയിന്റിനെ നമ്മൾ x0 y0 എന്നാണ് മെൻഷൻ ചെയ്യുക. ഓക്കെ, എല്ലാ വാല്യൂസും ഈ സെന്ററിനെ ബേസ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. സോ സെന്ററിനെ ബേസ് ചെയ്തെടുക്കുന്ന എല്ലാ വാല്യൂസിനെയും അല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്ന ഒരു മെത്തേഡിനെ നമ്മൾ അബ്സല്യൂട്ട് മെത്തേഡ് എന്നാണ് നോർമലി പറയുക. ഓക്കെ, ഇനി ഈ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത നോക്കിയാൽ, ഞാൻ ഫസ്റ്റ് ക്വാഡ്രന്റിൽ മൗസ് പോയിന്റർ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സ് വൈയിൽ ഈ കാണുന്ന എക്സ് വൈ നിങ്ങൾ ശ്രദ്ധിച്ചോണം, എക്സിന്റെയും വൈയുടെയും വാല്യൂ പ്ലസ് ആണ്. ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ എക്സ് വാല്യൂ മൈനസും വൈ വാല്യൂ പ്ലസും ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റിൽ മൈനസും മൈനസും ആയിരിക്കും, പ്ലസും മൈനസും ആയിരിക്കും. ഇതൊരു ബേസിക് കൺസെപ്റ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ ഡിസ്പ്ലേയുടെ ബാക്കിൽ എന്തുണ്ട്, ഓരോ പോയിന്റിലെയും വാല്യൂസ് അവർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ പോയിന്റിലെയും മൈക്രോൺ വാല്യൂസ് വരെ ഇവിടെ ഉണ്ട്. അപ്പം ഇത് നമുക്കെല്ലാം ഇവിടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ കിട്ടില്ല. അതുകൊണ്ട് അത് സൈഡ് ആയിട്ടായിരിക്കും കിടക്കുക. അപ്പം ഇതിലൊരിക്കലും വാല്യൂ നമുക്ക് ഇൻപുട്ട് ചെയ്ത് ഡയമെൻഷനോ കാര്യങ്ങളോ കൊടുക്കരുത്. ഇത് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും നടക്കൂല. പക്ഷെ നമുക്കവിടെ എന്താണ് നമ്മളുടെ മൗസ് പോയിന്റർ പോകുമ്പോൾ ഒരു റീഡിങ് അവിടെ കാണാൻ വേണ്ടി മാത്രമായിരിക്കും എക്സ് വൈ കാര്യങ്ങൾ അവിടെ കൊടുക്കുക. അപ്പൊ ഞാൻ ഒരുപാട് ഇനി നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പൊ നിങ്ങൾ ഇനി നമ്മളുടെ കൂടെ കൂടുക. നമ്മൾ ഈ ഒരു X5 എന്ന് പറയുന്ന വേർഷനിലൂടെ നമ്മൾ 2024 അതായത് ഇനി വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിൽ ചെയ്യാൻ പാകത്തിനുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കി എടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.